ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബ്രൗണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്രൗണിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തത് ഡാർക്ക് ചോക്ലേറ്റാണ്. ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതിൽ 125 ഗ്രാമിന് 4 ബാറായിട്ടാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ബാർ ഞാൻ ഇതിന് മുമ്പ് യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാമാണ് ചോക്ലേറ്റ് എടുത്തിന്. അത് ചെറിയൊരു പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ആവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കുന്നത്. ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് ഇത് ലുക്കിലും ടേസ്റ്റിലും എല്ലാം സെയിം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുണ്ടാവുക. ഇനി ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ഇത് 200 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഇതിൽ നിന്ന് 100 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതിൻ്റെ നേരെ പകുതി ബട്ടർ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അങ്ങനെ ഇതിവിടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റിന് നല്ലൊരു ഗ്ലോ ഉണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗെല്ലാം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ബീറ്റാക്കി എടുക്കാം. ഈ ബാറ്റർ നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്തെടുക്കാൻ പറ്റും. മിക്സിയിലാണെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് വിസ്ക് വെച്ചിട്ടായതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ബീറ്റാക്കി എടുക്കാം. ഇത് കേക്കിൻ്റെ പോലെ ഭയങ്കരമായിട്ട് പതഞ്ഞ് പൊന്തി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മെൽറ്റാക്കി വെച്ച് ചോക്ലേറ്റും ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് മൈദയും പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ്. രണ്ടും കൂടി 1 കപ്പാണ് ഉണ്ടാവുക. ഇത് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് നമ്മൾ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ബ്രൗണി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ചോക്ലേറ്റെല്ലാം ഇട്ടതാണല്ലോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിക്കുമ്പോൾ കേക്കിൻ്റെ ബാറ്റർ സ്പ്രെഡ് ആകുന്നത് പോലെ ഇതാവില്ല. നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലയോ വെച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിന് മേലെ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് ഇത് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് ലവേഴ്സിനെല്ലാം ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുവരെ ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ധൈര്യത്തിൽ ഉണ്ടാക്കിക്കോ. ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നതിലും ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ടും പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ബട്ടർ പേപ്പറെല്ലാം മാറ്റിയിട്ട് ഇത് ഞാൻ കട്ടാക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്രല വെച്ചിട്ടും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ലുക്കിന് വേണ്ടിയിട്ട് ബദാം കട്ടാക്കിയിട്ട് മേലെ വെച്ച് കൊടുത്തിന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.